CPI കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പ്രതിഷേധം തുടർന്ന് കുണ്ടറ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ സമ്മേളനത്തിൽ 6 പ്രതിനിധികൾ വിട്ടുനിന്നു. 12 പ്രതിനിധികളിൽ 4 പേർ മാത്രമാണ് പങ്കെടുക്കുന്നത്. അരുൺരാജ് കൊല്ലത്തും ചേർന്നു. അരുൺ, വിവരങ്ങൾ. സുഹൈൽ, ഇന്നാണ് കൊല്ലം ജില്ലാ സമ്മേളനം CPIയുടെ ജില്ലാ സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കമായത്. പ്രതിനിധി സമ്മേളനത്തോടെ തുടക്കമായ ആ സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലാണ് കുണ്ടറ മണ്ഡലം കമ്മിറ്റിയിൽ നിന്നുള്ള 6 പേർ ഇപ്പോൾ വിട്ടുനിൽക്കുന്നത്. നേരത്തെ ഈ കുണ്ടറ മണ്ഡലം കമ്മിറ്റിയിൽ ഉൾപ്പെട്ട സുരേഷ് കുമാർ, A. ഗ്രേഷ്യസ് എന്നിവരെ പാർട്ടിയിൽ നിന്ന് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഈ കുണ്ടറ മണ്ഡലം കമ്മിറ്റിയിൽ വലിയ പ്രതിഷേധമുണ്ടായതാണ്. ഇന്നലെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തകർ രാജിക്കത്തടക്കം പാർട്ടി നേതൃത്വം നൽകിയതിന് പിന്നാലെയാണ് ഈ പ്രതിനിധി സമ്മേളനത്തിനടക്കം ഇപ്പോൾ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ വിട്ടുനിൽക്കുന്നത്. 12 പ്രതിനിധികളിൽ 4 പേർ മാത്രമാണ് ഇപ്പോൾ ഈ മണ്ഡലം കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. ഈ വിഭാഗീയതയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സുരേഷ് കുമാറിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കാനുള്ള നീക്കം അത് ചില നേതൃത്വങ്ങൾ ഇടപെട്ട് പിന്തിരിപ്പിച്ചു. അതിനിടെ ചില ഇടങ്കോലുകൾ ഇട്ടു എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ച് തന്നെ കുണ്ടറ മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് വെക്കുകയാണ്. ഒരുപക്ഷെ പരസ്യ പ്രതിഷേധത്തിലേക്കടക്കം ഈ കുണ്ടറ മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിനിധികൾ രംഗത്ത് വന്നേക്കും എന്നുള്ള സൂചന കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിച്ച CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് രാജി ചില പ്രവർത്തകർ നൽകിയിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇവരെല്ലാം കൂട്ടിയോജിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. അവർ ഉന്നയിച്ച വിഷയങ്ങൾ ശരിയാണ്, പക്ഷേ ആ ശരികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു നിർത്തുമ്പോഴാണ് ഈ അംഗങ്ങൾ തന്നെ വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും കൊല്ലം ജില്ലാ സമ്മേളനത്തിന് വിഭാഗീയതയുടെ തെളിവുകളാണ് പുറത്തു വരുന്നത്. 12 പേർ പങ്കെടുക്കേണ്ട പ്രതിനിധി സമ്മേളനത്തിൽ 4 പേർ മാത്രമാണ് പങ്കെടുത്തത്. അരുൺരാജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.